ഹലോ ഗെയ്സ്, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പം ഞാൻ കല്യാണത്തിന് പോകാനായിട്ടാണ് കേട്ടോ റെഡി ആവുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് റെഡിയായി കല്യാണത്തിന് പോയാലോ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. കുളിച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഹിമാലയയുടെയാണ് കേട്ടോ, ഒരു ക്രീം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബേബി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ 11:45 കേട്ടോ മുഹൂർത്തം. അപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു റെഡിയാവാനും. നമ്മുടെ തൂക്കുപാലത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അവർ താമസിക്കുന്നത്. അപ്പം പെണ്ണ് എന്നെ കെട്ടിച്ച വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം വളരെ എളുപ്പമായിരുന്നു കല്യാണത്തിന് പോകാനായിട്ട്. അതുകൊണ്ട് ഞാനും കുഞ്ഞായും ചേട്ടായും കൂടെ കല്യാണത്തിന് പോയേ. അപ്പോൾ അതാ ഇനി പൗഡറാണ് കേട്ടോ ഇടുന്നത്. അപ്പം മോയ്സ്ചറൈസർ ഇട്ടു. അതിന് ശേഷം ഞാൻ പൗഡറാണ് കേട്ടോ ഇടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. ഞാനങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻ ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ ഞാൻ ഫൗണ്ടേഷനും ഇതുമൊക്കെ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണത്തിനാണ് കേട്ടോ മെയിനായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതങ്ങ് കല്യാണത്തിനങ്ങ് നിറവേറ്റി അടിപൊളിയായിട്ടങ്ങ് ഒരുങ്ങി കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. ധൃതി വെച്ചുകൊണ്ട് ഞാനത് ഊരിയതാണ്. അത് ഒടിഞ്ഞകത്ത് കയറിപ്പോയി കേട്ടോ. അപ്പോൾ അതാ ഒരു കാജലിൻ്റെ ഒരു ഇതാണ് കേട്ടോ എഴുതുന്നത്. കൺമഷി അകത്ത് മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. മുകൾ വശത്തൂടെ ആ കൈക്കിനെ ഓടിച്ച് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഐലൈനറും കൊണ്ട് പുറം വശം നന്നായിട്ടൊന്ന് എഴുതുന്നുണ്ട്. കുഞ്ഞായെ ഞാൻ നേരത്തെ തന്നെ ഒരുക്കി സെറ്റാക്കി കേട്ടോ. അപ്പം എന്താ എൻ്റെ കൈയുടെ ഈ ഇടയിലൊക്കെ പൗഡർ കയറിയിരിപ്പുണ്ടേ. ബേബി പൗഡർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ടാ ഞാൻ കണ്ണൊന്ന് ഫോണിൽ എഴുതി കൊടുത്തിട്ട് എന്തോ എനിക്കങ്ങ് കൈ അങ്ങ് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കി തന്നെ അങ്ങോട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. 2 കണ്ണും എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഐലൈനറിൻ്റെ ആ ബ്രഷും കൊണ്ട് തന്നെ അങ്ങോട്ട് കൺപീലിയെ കുറച്ച് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്കും കൊണ്ടാണ് കേട്ടോ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊട്ട് വെച്ച് കൊടുക്കണം. പൊട്ടും കൂടി വെക്കാം നമുക്ക്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അപ്പോൾ ഞാൻ ഒരു ചെറിയ പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഒരുങ്ങുന്ന ഇഷ്ടമല്ല. എന്തോ ഒത്തിരി ഓവറായി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര വൃത്തികേടല്ലേ. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം കല്യാണമൊക്കെ അല്ലേ, ഇച്ചിരി ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ അല്ലേ എന്നും പറഞ്ഞ് ഒത്തിരി ഒന്നും ഞാൻ വാരിയൊന്നും തേക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി തന്നതാണ് കേട്ടോ ഒരു ലിപ് ലൈനർ. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോൾ എനിക്ക് അവളാണ് കേട്ടോ ഇതൊക്കെ മേടിച്ച് തരുന്നത്. അവൾ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് പോകുന്നത്. അപ്പം അവൾ തന്നതാണ്. ഇതും അവൾ എനിക്ക് തന്നതാണ് കേട്ടോ. അവളുടെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നപ്പം അവൾക്ക് കൊടുത്താണ് കേട്ടോ. നല്ല ന്യൂഡ് കളറുകളാണ്, എല്ലാം നല്ല അടിപൊളി കളറുകളാണ്. ഇത് ക്രയോണാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് എന്തുവാ പറയുന്നത്, ഇങ്ങനെ ഊരി എടുക്കാവേ. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഞാൻ ഇതിൻ്റെ പേരൊന്നും പറയുന്നില്ല, എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഞാൻ അതിൻ്റെ അകത്ത് പേര് കിടപ്പുണ്ട്, ഞാൻ ബ്രാൻഡൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരുക്കം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കപ്പോൾ ഓവറായ പോലെ തോന്നി. ഞാൻ എന്നിട്ട് എന്നെ അടുത്ത് കുറച്ചൊക്കെ അങ്ങ് തൂത്ത് കളഞ്ഞു കേട്ടോ. എനിക്കതെങ്ങനെയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാണെന്നറിയത്തില്ല. പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് ഇപ്പം തന്നെ എല്ലാവരും അങ്ങനെ ലിപ്സ്റ്റിക്കും ഒക്കെ തേച്ചോണ്ടല്ലേ നടക്കുന്നത്. എനിക്കെന്തോ ഒരു മടി കേട്ടോ. അപ്പം ഞാൻ ധാവണിയാണ് കേട്ടോ കൊടുത്തത്. ഒരു ധാവണി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഇതിൻ്റെ സാരി മേടിച്ചിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കെട്ടിയവനോട് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മുല്ലപ്പൂ വെച്ചുകൊണ്ട് പോകണമെന്നൊരാഗ്രഹം തോന്നി. അപ്പം ആദ്യം ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന്. പക്ഷേങ്കിലുണ്ടല്ലോ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ഒരു വശം സ്ലൈഡ് കുത്തിക്കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത വശം പോകും. പിടിച്ചു തരാനായിട്ട് അമ്മ തുണി അലക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്താൽ അത് അമ്മയെ കൊണ്ട് ഞാൻ ചെയ്യിച്ചില്ല. രണ്ടാമത് ഞാൻ മറ്റേ പോലെ വെച്ച് നോക്കി കേട്ടോ. എന്നിട്ടും എൻ്റെ മുടിയിൽ ഇരിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് രണ്ടും വേണ്ടാന്ന് വെച്ച് ഞാൻ ഇതുപോലെ ഒരുങ്ങി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി.